എന്ത് ഭംഗിയാലേ. ഇത് ഖുറാനിക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കാഴ്ചയാണ് കേട്ടോ. നിറയെ പൂക്കളുള്ള ഒരു ഗാർഡനാണ്. പെറ്റൂണിയ പൂക്കളാണ് കൂടുതലും. ഞാൻ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഈ ഖുറാനിക് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാനിൽ പ്രതിപാദിച്ചിരിക്കുന്ന മരങ്ങൾ മറ്റുള്ളവർക്ക് അറിയാനും കാണാനും വേണ്ടിയിട്ടുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. കുറേ മരങ്ങൾ അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള മരങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും ഈ ഗാർഡൻ്റെ ഈ പാർക്കിൻ്റെ ചുറ്റുഭാഗത്തും ഉണ്ട് കേട്ടോ. ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ഒരു ബോർഡർ പോലെ നിർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേയൊക്കെ നടന്നു. ഇത് ചെങ്കടലിനെ രണ്ടായി പിളർന്ന് ബൈബിളിലും ഖുറാനിലൊക്കെ പറയണ ചെങ്കടലിനെ രണ്ടായി പിളർന്ന അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അതേപോലെ നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് രണ്ട് ഭാഗം കടൽ അതിൽ കൂടെ നടക്കണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അകലെന്ന് കാണുമ്പോൾ അതേപോലെയാണ് നമുക്ക് തോന്നുക. പിന്നെ അവിടെ നടന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഗുഹ കാണാം. അത് ഇതിൽ നമ്മൾ ഖുറാനിലൊക്കെ പ്രതിപാദിക്കുന്ന ഓരോ നബിയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. വലിയ ഗുഹയാണ്. നല്ല രസമായിരുന്നു. ഓരോ നബിമാരും പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അറബിക്കിലും ഇംഗ്ലീഷിലും ഉറുദിലും ഒക്കെ ഉണ്ട് കേട്ടോ. 10 മിനിറ്റ് ഇടവിട്ടിട്ട് അത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അവിടുന്ന് കയറി കഴിഞ്ഞാൽ ഗ്ലാസ് ഹൗസിലേക്കാണ് പോവുക. അതായത് ഈ മരങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് ഹൗസ് പോലെയാണ് കേട്ടോ. ഒരു ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാണ് ഇങ്ങനത്തെ മരങ്ങൾ അവർ നിർത്തിയേക്കുന്നത്. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഓണിയൻ, വാട്ടർമെലൺ, ഗ്രേപ്സ് എല്ലാം ഉണ്ട്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഇത് പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ മരങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ചെടികളൊക്കെ കാണുക വെച്ചെങ്കിൽ പകൽ വെളിച്ചത്തിൽ കാണുമ്പോഴാണ് അതിനൊരു ഭംഗി ശരിക്കും നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ പിന്നെ മറ്റു ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ ഇരുട്ട് ഭാഗത്ത് രാത്രി ആയിട്ടത് കാണുമ്പോൾ നല്ല വെളിച്ചമുണ്ട്. എങ്കിൽ കൂടി ഈ മരങ്ങളെ ഒന്നും നമുക്ക് ശരിക്ക് കാണാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കുറേ മരങ്ങളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും ശരിക്കും അങ്ങോട്ട് കാണാനായിട്ട് പറ്റിയില്ല. എനിക്കൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങളൊക്കെ പോകുമ്പോൾ പകൽ സമയത്ത് വെളിച്ചമുള്ള സമയത്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.